ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, ആഗസ്റ്റ് മാസം 22-ാം തീയതി മറിയം സ്വർലോക രാജ്ഞി. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഇന്ന് സുവിശേഷത്തിൽ നസറത്തിലെ ഒരു ലളിതയായ യുവതിയായ മറിയത്തിൻ്റെ അടുക്കൽ ഗബ്രിയേൽ ദൂതൻ വരുന്നതാണ് വചനഭാഗം. അവൾക്ക് നൽകിയ സന്ദേശം മനുഷ്യചരിത്രത്തിലെ ഏറ്റവും മഹത്തായ സന്ദേശമാണ്. നീ ദൈവത്തിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവന് യേശു എന്ന പേര് നൽകണം. മറിയത്തിൻ്റെ മറുപടി അത്ഭുതകരമാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. മറിയത്തിൻ്റെ മുൻപിൽ നിരവധി സംശയങ്ങളുണ്ടായിരുന്നു. ഇത് എങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയില്ലല്ലോ. എന്നാൽ മറിയത്തിൻ്റെ ഈ സംശയങ്ങൾ അവൾക്ക് തടസ്സമായി മാറിയില്ല. കാരണം അവൾ തൻ്റെ ജീവിതം തന്നിലേക്ക് മാത്രം ചുരുക്കാതെ മുഴുവനായി ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിട്ടുകൊടുത്തു. ഇതിനായി നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം. കാർഡിനൽ ജോൺ ഹെൻറി ന്യൂമാൻ ഒരിക്കൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ദൈവവിശ്വാസം എന്നത് ഒരു വികാരം മാത്രമല്ല, അത് മനസ്സിൻ്റെ വിനയമാണ്. മുൻപിലുള്ള വഴികൾ അടയുമ്പോഴും മുന്നോട്ട് പോകുവാനുള്ള ധൈര്യം നമുക്കുണ്ടാവണം. മുൻപിൽ എല്ലാം ശൂന്യമാകുമ്പോഴും പ്രവർത്തിക്കുവാൻ തയ്യാറാകുന്ന അവസ്ഥ. മറിയത്തിൻ്റെ അതേ എന്നുള്ള പ്രത്യുത്തരം ഇങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. അവൾക്കെല്ലാം വ്യക്തമായി മനസ്സിലായില്ല, എങ്കിലും ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വാസത്തോടെ അവൾ മുന്നോട്ട് സഞ്ചരിച്ചു. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന വാക്കിലൂടെ മറിയം തൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ ഉടമസ്ഥാവകാശം ദൈവത്തിന് വിട്ടുകൊടുക്കുന്നു. ഇനി മുതൽ തൻ്റെ ജീവിതത്തിൽ തനിക്കു മാത്രമായി പദ്ധതികളോ ആലോചനകളോ ഇല്ല. എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നാം എല്ലാം മനസ്സിലാക്കണമെന്നും എല്ലാം നിയന്ത്രണത്തിൽ വേണമെന്നും വിചാരിക്കുന്നു. എന്നാൽ വിശ്വാസത്തിൻ്റെ യാത്ര ദൈവത്തിൻ്റെ പദ്ധതിയിൽ സ്വയം സമർപ്പണം ചെയ്യുന്ന പ്രക്രിയയാണ്. ദൈവം നമ്മിൽ നിന്നും ചോദിക്കുന്ന വലിയ കാര്യങ്ങളല്ല, പക്ഷെ ഒരു വിശ്വസ്തമായ അതേയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ലൂയിസ് മറിയ ദെ മോൺഫോർട്ട് പറഞ്ഞത്, യേശുവിലേക്കുള്ള ഏറ്റവും പരിപൂർണമായ ഭക്തിമാർഗം മറിയത്തിലൂടെ സഞ്ചരിക്കുന്നതാണ് എന്ന്. മറിയം പറഞ്ഞ അതേ എന്ന വാക്ക് നാം ആവർത്തിക്കുമ്പോൾ അവൾ മുഖാന്തരം നമുക്കും ക്രിസ്തുവിലേക്ക് എത്താൻ കഴിയും. മറിയം തന്നെയാണ് യേശുവിലേക്കുള്ള ഏറ്റവും സുരക്ഷിതത്വവും ചെറുതും ഉറപ്പുമുള്ള വഴി. ദൈവത്തിൻ്റെ പദ്ധതിയോട് വിശ്വസ്തരാകുമ്പോൾ ദൈവം നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. മറിയം തൻ്റെ അതേ കൊണ്ട് ലോകത്തിന് രക്ഷകനെ സമ്മാനിച്ചു. അതുപോലെ നമ്മുടെ അതേ എന്ന വാക്കുകൊണ്ട് ലോകത്തിന് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ നൽകുവാൻ സാധിക്കും. ആമേൻ.